ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളതാണ്. ഇതറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പൊ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ കുറച്ച് ഈ വർഷത്തെ 2022-23 ഡേറ്റാസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതും കൂടെ നോക്കാം. ആദ്യം എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? Per capita income of India is a measure of the average income earned by an individual in India within 1 year. ഒരു വർഷത്തിനകത്ത് ഇന്ത്യക്കകത്തുള്ള ജനങ്ങൾ, അതായത് ടോട്ടൽ പോപ്പുലേഷൻ, ഓരോ ജനങ്ങളും എത്രത്തോളം ഇൻകം ആണ് ഏൺ ചെയ്യുന്നത്, അതാണ് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം ഈസ് എൻ എസെൻഷ്യൽ ടൂൾ യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ആൻ എക്കണോമി. ഒരു രാജ്യത്തിന്റെ എക്കണോമി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം വേണം. ഓരോ ജനങ്ങളുടെയും ജീവിത രീതി അളക്കണമെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം അറിയണം, അല്ലെ? അതിന്റെ അർത്ഥം ഇപ്പം 4000 കോടി ഡിവൈഡഡ് ബൈ അതിന്റെ ജനങ്ങളുടെ എണ്ണമാണ് പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അല്ലെ? എത്ര ജനങ്ങളുണ്ടോ ആ ജനങ്ങളുടെ ടോട്ടൽ, അതായത് നാഷണൽ ഇൻകത്തിനെ നമ്മൾ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കിട്ടുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഓരോ ജനങ്ങളും ഏൺ ചെയ്യുന്നതല്ല അതിന്റെ മീനിങ്, അല്ലെ? അത് അങ്ങനെയല്ല അതിന്റെ മീനിങ്. എങ്കിലും നമുക്ക് അത് നോക്കിയിട്ട് ഏകദേശം എക്കണോമി എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ ഈസ് എ മെഷർ ഓഫ് ദി ആവറേജ് ഇൻകം ഏൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഇൻ ഇന്ത്യ വിത്തിൻ 1 year. Per capita income of India is calculated by dividing the national income divided by total population. പോപ്പുലേഷന്റെ മൊത്തത്തിൽ എത്രയാണ്, അതാണ് ഇക്വേഷൻ. This represents the average annual income and not a measure of an individual wealth as a whole. ഒരു വർഷത്തെ ആവറേജ് ഇൻകം ആണ്, അല്ലെ? ആനുവൽ ഇൻകത്തിന്റെ ആവറേജ് ആണ് എടുക്കുന്നത്, ഒരാളുടെ വെൽത്തിനെ മൊത്തത്തിൽ അളക്കുകയല്ല ചെയ്യുന്നത്. പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ ഈസ് എൻ ഇമ്പോർട്ടന്റ് മെഷർ ഓഫ് ഇറ്റ്സ് ഡെവലപ്മെന്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രോത്തും ഡെവലപ്മെന്റും പറഞ്ഞു. ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഡെവലപ്മെന്റിനെ അളക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻ ദ കൺട്രി. നമ്മൾ പറഞ്ഞു ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് ആൾക്കാരുടെ തിരക്കുന്നത്. സോ പെർ ക്യാപിറ്റ ഇൻകം ഈസ് എ മെഷർ ഓഫ് ഇമ്പോർട്ടന്റ് മെഷർ ഓഫ് ഡെവലപ്മെന്റ്. Per capita income of India forms the basis of policy making in various sectors of the economy. എക്കണോമിയിലെ പല സെക്ടേഴ്സിനും പോളിസി ഉണ്ടാക്കണമെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം അറിഞ്ഞിരിക്കണം. ഓരോ സ്റ്റാൻഡേർഡും നമ്മൾ എവിടെയാ പറഞ്ഞത്? ഡെവലപ്മെന്റിലാണ് പറഞ്ഞത്. സോ അവിടെ ഓരോ പോളിസീസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അവിടെ പെർ ക്യാപിറ്റ ഇൻകം കണ്ടെത്തിയിരിക്കണം. ഇനി പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ ഇൻ റുപ്പീസ് നോക്കിക്കേ. The economy of India has transitioned from the mixed planned economy to a mixed middle income developing social market economy with a notable public sector in the strategic sectors. അപ്പൊ നമ്മൾ അറിയാം മിക്സഡ് പ്ലാൻഡ് എക്കണോമി ആയിരുന്നു നമ്മൾ, അല്ലെ? അവിടെ നിന്ന് മിക്സഡ് മിഡിൽ ഇൻകം ഡെവലപ്പിംഗ് സോഷ്യൽ മാർക്കറ്റ് എക്കണോമി ആയിട്ട് നമ്മൾ മാറി. It is the world 5th largest economy by nominal GDP. What is the difference between nominal GDP and real GDP? അത് ഓർത്തോണം എപ്പോഴും. നമ്മള് 5th ലാർജസ്റ്റ് എക്കണോമി ആണ് ലോകത്തിലെ, 5ാം സ്ഥാനമാണ് നമുക്ക്. ഏത് ലെവലില്? ബൈ നോമിനൽ GDP. അതുപോലെ 3rd ലാർജസ്റ്റ് ബൈ പർച്ചേസിംഗ് പവർ പാരിറ്റി. PPP നമ്മൾ 3rd ലാർജസ്റ്റ് ആണ്. ഓൺ എ പെർ ക്യാപിറ്റ ഇൻകം ബേസിസ് ഇന്ത്യ റാങ്ക് 139 by GDP nominal and by 127th by GDP in പവർ പർച്ചേസിംഗ് പവർ പാരിറ്റി. ആ രണ്ട് റാങ്ക്, നോമിനൽ GDP 139ാം സ്ഥാനം, അതുപോലെ പവർ പർച്ചേസിംഗ് പാരിറ്റിയിൽ നമുക്ക് 127ാമത്തെ സ്ഥാനവുമാണ് ഉള്ളത്. ആസ് പെർ ദ ലേറ്റസ്റ്റ് പ്രൊവിഷണൽ എസ്റ്റിമേറ്റ് പബ്ലിഷ് ഓൺ 31st May 2023 ബൈ MOSSPI. ഈ MOSSPI എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ആണ് കേട്ടോ. അതാണ് ഈ മിനിസ്ട്രി എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യസ് പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് 2011-12 അതും ഇപ്പം 2014-15 എടുത്തപ്പോഴത്തേക്കും എത്ര ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടെന്നാണ്? 35.12% ഫ്രം 70 to 805 അത്രയായിട്ട് ഉയർന്നിട്ടുണ്ട്. അതായത് വിലയുടെ നിരക്കായി 35.12% ഉയർന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വില നിരക്കാണ് ഇവിടെ കാണുന്നത്. 72,805 നിന്നും 98,375 ആയിട്ടുണ്ട് 2023 ആയപ്പോഴത്തേക്കും. അപ്പൊ നല്ലൊരു ഉയർച്ചയാണ് പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകത്തിനകത്ത് ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ ഇൻ റുപ്പീസ് വാസ് അറൌണ്ട് 170,000 rupees in the financial year 2023. Okay, annual growth rate was 13.7% as compared to the previous year. മുൻ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആനുവൽ ഗ്രോത്ത് 13.7% കൂടുതലാണ്. ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയൊക്കെയാണ്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കുമുള്ള ഇൻകം എന്നുള്ള രീതിയിലാണ് ഒരു വർഷത്തേക്ക് എടുക്കുന്നത്.
അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നാഷണൽ ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ ഇസ് സം ടോട്ടൽ ഓഫ് മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. അല്ലെ, ഒരു വർഷം ഉണ്ടാക്കുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെയും മോണിറ്ററി വാല്യൂ ആണ് നാഷണൽ ഇൻകം. അതിനെ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾസ് കൊണ്ട് അല്ലെങ്കിൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. ഇനി നമുക്ക് നാഷണൽ ഇൻകത്തിനെ കണ്ടുപിടിക്കാൻ 3 മെത്തേഡ് ഉണ്ട്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അത് ഞാനിപ്പോ പറയുന്നില്ല, കാരണം നമ്മൾ അത് പഠിച്ചതാണ്. ഇനി നോക്കേ, ദ കാൽക്കുലേഷൻ ഓഫ് പെർ ക്യാപിറ്റ ഇൻകം ഇൻ ഇന്ത്യ ഈസ് ഡൺ ബൈ ദി സെൻട്രൽ CSO തന്നെയാണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ തന്നെയാണ് പെർ ക്യാപിറ്റ ഇൻകവും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള RBI ഒക്കെ എസ്റ്റിമേറ്റുകൾ പബ്ലിഷ് ചെയ്യാറുമുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക് ഓൾസോ പബ്ലിഷ് ദീസ് ഡേറ്റ പീരിയോഡിക്കലി ഫോർ മോസ്റ്റ് കൺട്രി ഓഫ് ദ വേൾഡ്. എല്ലാ രാജ്യത്തിന്റെയും പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF ഉം വേൾഡ് ബാങ്കും ഒക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം റിഫ്ലക്ട് ചെയ്യുന്നത് ആവറേജ് ഇൻകം ഏൺഡ് പെർ പേഴ്സൺ ഇൻ എ സ്റ്റേറ്റ് ആൻഡ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇപ്പം നാഷണൽ എടുത്തപ്പം തൊട്ട് താഴെ എന്ത് കാണും, ഓരോ സ്റ്റേറ്റിലെയും പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്. അതാണ് പിന്നീട് നാഷണൽ ലെവലിലേക്ക് വരുന്നത്. അപ്പൊ ഇന്ത്യയില് widely across state highlighting the regional economic inequality. നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും എക്കണോമിക് ഇൻഇക്വാളിറ്റി ഉണ്ട്. റീജിയണൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, റീജിയണൽ ആയിട്ടുള്ള എക്കണോമിക് ഇൻഇക്വാളിറ്റി. ഇനി ഓരോ സംസ്ഥാനങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഓരോ സംസ്ഥാനങ്ങളെ പറ്റിയിട്ട് നോക്കുന്ന സമയത്ത് 5 സംസ്ഥാനങ്ങൾ അക്കോർഡിംഗ് ടു NSDP, അതായത് നമ്മുടെ നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നത്, അത് വെച്ച് നോക്കുവാണെങ്കിൽ 2022-23 ഗോവയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. NSDP വെച്ചിട്ടുള്ള PCI നോക്കുമ്പോൾ ഗോവ, സിക്കിം, ഡൽഹി, ചണ്ഡീഗഡ്, കർണാടകയാണ് ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. അപ്പം ആ ഒരു NSDP വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു മിഡിൽ ഇൻകം സ്റ്റേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കേരളം. ഏകദേശം PCI റേഞ്ച് ചെയ്യുന്നത് ഇത്രയാണ്, നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ഈ 5 സംസ്ഥാനങ്ങളിൽ. ഓക്കെ, ഇനി ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം 2022-23 വെച്ച് നോക്കുവാണെങ്കിൽ തെലങ്കാനയ്ക്കായിരുന്നു 22-23, എന്നാൽ 24-25 നോട്ട് ചെയ്യുക കർണാടകയാണ്. അന്ന് 22-23 കർണാടകയ്ക്ക് 2ാം സ്ഥാനമായിരുന്നെങ്കിൽ 24-25 റിപ്പോർട്ട് വന്നപ്പോൾ കർണാടക 1ാമതായി. ഓക്കെ, അപ്പൊ 22-23 തെലങ്കാന, 24-25 വന്നപ്പോഴത്തേക്കും കർണാടകയായി. ഓക്കെ ആണല്ലോ. ഇനി പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസസ് ഓൺലി വെൻ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ നാഷണൽ ഇൻകം ഈസ് മോർ ദാൻ ദ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. എപ്പോഴാണ് പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ്ഡ് ആവുന്നത്? ഗ്രോത്ത് റേറ്റ്, നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനേക്കാളും കൂടിയിരിക്കുമ്പോഴാണ് പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നത്. പെർ ക്യാപിറ്റ ഇൻകം ആസ് എ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇഗ്നോർ. ഈ പെർ ക്യാപിറ്റ ഇൻകം ഡെവലപ്മെന്റ് ഇൻഡെക്സിനകത്തുള്ള പല കാര്യങ്ങളും, അതായത് എഡ്യൂക്കേഷൻ ഇൻഡെക്സ്, ന്യൂട്രീഷൻ, ഫുഡ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഇതിനെല്ലാം തന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സിനെ, അതായത് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ പല ഫാക്ടേഴ്സ് ഉണ്ട് പെർ ക്യാപിറ്റ ഇൻകം കൂടാനും കുറയാനും ഒക്കെ. ഒന്ന് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്, അതായത് എത്രത്തോളം ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ക്യാപിറ്റൽ ഫോർമേഷൻ ഉള്ള കഴിവുണ്ടോ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടോ, ട്രേഡ് ആൻഡ് ഗ്ലോബലൈസേഷൻ ഉണ്ടോ, ഇതിനനുസരിച്ച് പെർ ക്യാപിറ്റ ഇൻകം കൂടും. ദെൻ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, പോപ്പുലേഷൻ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട്, അതായത് ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് ആണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം കുറവായിരിക്കും, അല്ലെ? നാഷണൽ ഇൻകത്തിന് അത്രയ്ക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടിയാൽ പെർ ക്യാപിറ്റ ഇൻകം കുറയും. ദെൻ ഡിപ്പെൻഡൻസി റേഷ്യോ, അതുപോലെ അർബനൈസേഷൻ, അത് കുട്ടികൾ കൂടുതലാണ്, അപ്പം കുട്ടികൾക്ക് പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുട്ടികളുടെ എണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം കുറയും. അവരത്രയും പേര് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒറ്റ ആളിനെ ആയിരിക്കും, അച്ഛനെ മാത്രം. അർബനൈസേഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫാക്ടേഴ്സ്, എഡ്യൂക്കേഷൻ കൂടിയാൽ, ഹെൽത്ത് കെയർ കൂടിയാലൊക്കെ തന്നെ എന്താണ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടാം. ഗവൺമെന്റിന്റെ പല പല പോളിസീസ് വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ജസ്റ്റ് വായിച്ചു നോക്കുക. നാച്ചുറൽ റിസോഴ്സസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ പെർ ക്യാപിറ്റ ഇൻകം കൂടിയേക്കാം. ഇനിയും കേരളത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം സ്റ്റേറ്റ് വൈസ് നോക്കുവാണെങ്കിൽ 2023-24 കണക്കാണ് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. നോക്കിക്കോളൂ, ഹൈ പെർ ക്യാപിറ്റ ഇൻകം റാങ്ക് ആണ് നമ്മുടെ കേരളത്തിനുള്ളത്. കേരള ഈസ് among the top 10 സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിത്ത് ഹൈ പെർ ക്യാപിറ്റ ഇൻകം. കേരളം പെർ ക്യാപിറ്റ ഇൻകത്തില് 10 സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മളാണ്. കേരളത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം GSDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് 23-24 കണക്കനുസരിച്ച് ഇതാണ് എമൗണ്ട്. അതായത് ഒരാളുടെ എമൗണ്ട്, ഒരു ആനുവൽ ആണ്, ഒരു വർഷത്തെ. അതുപോലെ നാഷണൽ ആവറേജ് ഇന്ത്യ മൊത്തം നോക്കുവാണെങ്കിൽ ഇതാണ് ലെവൽ. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം നമ്മുടെ കൺട്രിയെ വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം 1.4 ടൈംസ് കൂടുതലാണ്. കേരളത്തിലെ ഈ ലെവൽ ഉണ്ടല്ലോ 1,76,072 നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം.
പക്ഷെ ഇന്ത്യയിൽ അത്ര ഇല്ല. നമ്മൾ 1.4 കൂടുതലാണ് 2023-24 വെച്ച് നോക്കുവാണെങ്കിൽ. അതിൽ ഗ്രോത്ത് റേറ്റ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം കോൺസ്റ്റന്റ് പ്രൈസ് നോക്കുവാണെങ്കിൽ 5.47 ആണ് പെർസെന്റേജ് ആണ് നമ്മൾ വളർന്നിരിക്കുന്നത് 2023-24 കണക്കനുസരിച്ച്. അതുപോലെ പെർ ക്യാപിറ്റ NSDP നെറ്റ് സ്റ്റാറ്റിക് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഡിപ്രിസിയേഷൻ കുറഞ്ഞിട്ടുള്ളത് കോൺസ്റ്റന്റ് പ്രൈസിൽ നമ്മൾ ഇത്രയാണ്. 23-24 കണക്കാണ്. കറണ്ട് പ്രൈസ് നോക്കുവാണെങ്കിൽ ഇത്രയുമാണ്. അതുപോലെ ഗ്രോത്ത് റേറ്റ് NSDP നോക്കുവാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രൈസിൽ 5.9 ആണ്, കറണ്ട് പ്രൈസിൽ 11.2 ആണ്. ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഇത് എക്കണോമിക് ആ ഒരു ഡേറ്റയാണ്. ഇപ്പോൾ അവർ തന്നിരിക്കുന്ന ഡേറ്റ പ്രകാരം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് ഇത് ചോദിക്കും. ഗ്രോത്ത് റേറ്റ് ഓഫ് NSDP കേരളത്തിന്റെ കറണ്ട് പ്രൈസിൽ കോൺസ്റ്റന്റ് പ്രൈസിൽ 5.9ഉം കറണ്ട് പ്രൈസിൽ 11.2 ആണ്. കേരളത്തിന്റെ പെർ ക്യാപിറ്റ NSDP ഹയർ ദാൻ ദ ഇന്ത്യ പെർ ക്യാപിറ്റ NDP. ഈ NDP എന്ന് പറയുമ്പോൾ നാഷണൽ ആണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇത് നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കേരളത്തിൻ്റെത് നാഷണലിനേക്കാളും കൂടുതലാണ്. ഇനി ഡിസ്ട്രിക്റ്റിലേക്ക് വരുന്ന സമയത്ത് 23-24 കണക്കനുസരിച്ച് എറണാകുളത്തിനാണ് ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം കേരളത്തിലുള്ളത് 23-24 വെച്ച് നോക്കുവാണെങ്കിൽ. ഓക്കെ. അതുപോലെ ബോട്ടം താഴെ കിടക്കുന്ന ഡിസ്ട്രിക്ട് മലപ്പുറം, വയനാട് ഇവർക്കാണ് ലോവസ്റ്റ്. ഡിസ്ട്രിക്ട് റാങ്ക് നോക്കുവാണെങ്കിൽ ദ റാങ്കിങ് ഓഫ് ഡിസ്ട്രിക്ട് ബേസ്ഡ് ഓൺ പെർ ക്യാപിറ്റ ഇൻകം 2023-24 22-23 നോക്കുവാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടുമില്ല. ഓക്കെ. ഏകദേശം 7 ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാവ് പെർ ക്യാപിറ്റ ഇൻകം ലോവർ ദാൻ ദ സ്റ്റേറ്റ് ആവറേജ്. സ്റ്റേറ്റിന്റെ ആവറേജ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അതിന്റെ പകുതി പോലും വരാത്ത 7 ഡിസ്ട്രിക്റ്റോളം കേരളത്തിൽ ഉണ്ട്. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം മൊത്തം കണക്കിനകത്താണ് ഓടുന്നത്. നിങ്ങൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ എണ്ണങ്ങളുണ്ടല്ലോ അതെല്ലാം പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.